നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. കാർ യാത്രികയും ബൈക്ക് യാത്രികനും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂരിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFിനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കിലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ടുകമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം സ്വദേശി സന്തോഷാണ് മരിച്ചത്. ചാവക്കാട് എടക്കഴിയൂർ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. ഏറെ നേരത്തെ പരിശ്രമത്തിലൊടുവിലാണ് ആനയെ തളച്ചത്. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന 3 കാറുകളും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർത്തു. തൃശൂർ ടൗൺ ഹാളിന് മുന്നിലാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ ടൗൺ ഹാൾ പരിസരത്തുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൌസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൌസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. ആന 2 മണിക്കൂറോളം ഹൌസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വീടുകളൊക്കെ 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ സ്ഥിതി. പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ആനയുടെ മുഖത്ത് പരിക്കുണ്ട്. സംഭവമറിഞ്ഞ് രാജൻ പല്ലൻ MLA, മേയർ നിജി ജസ്റ്റിൻ, DFO ജേക്കബ് തോമസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ഇടഞ്ഞ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം നടന്നു. TCV ന്യൂസ്, തൃശൂർ. ആനയുടെ പരക്കം പാച്ചിലിൽ നടുങ്ങി നാട്ടുകാർ. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 300ഓളം വീടുകളുള്ള പ്രദേശത്താണ് ആന ഭീതി സൃഷ്ടിച്ചത്. കണ്ണിൽ കണ്ട വാഹനങ്ങൾ തകർത്തോടിയ ആന 2 മണിക്കൂറോളം ഗാന്ധിനഗർ പ്രദേശവാസികളെ വിറപ്പിച്ചു. ടൗൺ ഹാൾ പരിസരത്ത് വാഹനങ്ങൾ തകർത്തോടിയ ആന ചേറൂർ റോഡ് വഴി ഗാന്ധിനഗറിലേക്ക് കടന്നതോടെയാണ് കൂടുതൽ അക്രമാസക്തനായത്. ഗാന്ധിനഗർ ഫസ്റ്റ് സ്ട്രീറ്റിലേക്ക് കടന്ന ആന വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. തുടർന്ന് മതിൽ തകർത്ത് ആളൊഴിഞ്ഞ പറമ്പിലൂടെ മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ആനയുടെ ഒപ്പം എത്താൻ പാപ്പാന്മാർ ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നു. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആന ഇതിനെ അവർ കടന്നുപോയി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴപ്പോൾ പറയണത് ആന അത് വീണ്ടും തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത് എന്താ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. നാട്ടുകാർ ബഹളം വെച്ച് ആനയുടെ ശ്രദ്ധ തിരിച്ചാണ് ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഒരു പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ തണുത്ത വെള്ളമൊഴിച്ച് ശാന്തമാക്കി. ഇതിനിടെ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി. എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളച്ചതോടെ മണിക്കൂറുകൾ നീണ്ട ഉദ്യോഗ നിമിഷങ്ങൾക്ക് പരിസമാപ്തിയായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ ജനവാസ മേഖലയിൽ ആനയിടഞ്ഞ സംഭവത്തിന്റെ നടുക്കം മാറാതെ നാട്ടുകാർ. പരിഭ്രാന്തി പരത്തിയ നിമിഷങ്ങളും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ TCVയോട് പങ്കുവച്ചു. ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് അറിഞ്ഞത് ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ റോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ വീടുകളിൽ കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടിനകത്ത് കയറിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മതിൽ വീഴുന്ന സൗണ്ട് കേട്ടിട്ട് പിന്നെ ആന പുറകിലോട്ട് പോയി.
പിന്നെ അതിന് ശേഷം ഞാൻ മുകളിൽ കയറി നോക്കിയപ്പോൾ പിന്നെ അവിടെ ബാക്കിലോട്ട് പോയി ആൾ ഷീറ്റൊക്കെ നശിപ്പിച്ചു, ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ ഷീറ്റ് നശിപ്പിച്ച് ബൈക്ക് സൈക്കിളൊക്കെ നശിപ്പിച്ചു. ശരിക്കും ഇപ്പോൾ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ബൈക്കുണ്ട്, പിന്നെ പുറകിൽ വാഷിംഗ് മെഷീൻ, കട്ടിൽ, വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലംബിങ് ചെയ്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്, ഷീറ്റൊക്കെ പുറകിലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീടിനുള്ളിൽ പേടിച്ചുള്ള ഉള്ളിലേക്ക് പോയി, പിന്നെ പിന്നിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ഇവിടെ വലിയ ആനയാട്ടാ, ചെറുതൊന്നല്ല അത്. കൊച്ചെണ്ണ ഇടി വെട്ടുന്നത് പോലെ സാധാരണ ഇതൊക്കെ വലിച്ചിടുമ്പോൾ ഇടി തലയിൽ വന്ന് വീഴുന്നത് പോലെയാണ്. അത്രയും വെച്ചാൽ ഭീകരമാണ് അന്തരീക്ഷം ഉണ്ടാക്കിയത്. ആ ഭാര്യയൊക്കെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കിയിട്ട് ആകെ നയി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നു. ആന ഇവിടെ വന്ന് നിന്നപ്പോൾ ഇതുണ്ടല്ലോ, ഇത് പിടിച്ച് വലിച്ചിട്ടു, പുറത്ത് നിന്ന് തുമ്പിക്കൊണ്ട് വലിച്ചിട്ട് അത് വീണു. അതിന് മുൻപ് തന്നെ ഇത് ഇവിടെയൊക്കെ നശിപ്പിച്ചിട്ട് ഇത് പുറത്ത് പോകാൻ വേണ്ടി ഇവിടെ വന്നെന്ന് തോന്നുന്നു. ആരോ എന്നിട്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ മുന്നിൽ നിന്നു. ഉടനെ അത് ഇടഞ്ഞപ്പോഴാണ് ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കേട്ടിട്ട് അവിടെ ഇട്ടപ്പോൾ ആ കാറിൽ കൊണ്ട് പിന്നിൽ ഡാമേജായി. തൃശൂരിൽ ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ ഡിഎഫ്ഒയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി എസ്എഫിനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഓടുന്നുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റേതാണ് ആന. ആനയെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ടുകൾ വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത പാലക്കിലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ മുൻ സർക്കാർ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കണിമംഗലം പാലത്തിന് സമീപം റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നതാണ് വാഹനക്കുരുക്കിന് കാരണമാകുന്നത്. ഗതാഗത തിരക്കേറിയ രാവിലെയും വൈകിട്ടുമാണ് കുരുക്ക് അതിരൂക്ഷമാകുന്നത്. സംസ്ഥാനപാതയിൽ ഇരിങ്ങാലക്കുട വരെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായെങ്കിലും ഈ ഭാഗം മാത്രം 200 മീറ്ററോളം പുനർനിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. റോഡിന്റെ മറ്റ് ഭാഗങ്ങൾ ഇരുവശത്തും നടപ്പാത ടൈൽ പാകിയും ബോർഡർ ലൈനുകൾ വരച്ചും നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ മാത്രം പുനർനിർമ്മിക്കാത്തത് വിചിത്രമാണെന്നാണ് ആക്ഷേപമുയരുന്നത്. സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ശക്തമാവുകയും ചെയ്യുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം കൂടുതൽ ദുഷ്കരമാവുകയും കുരുക്ക് രൂക്ഷമാവുകയും ചെയ്യുമെന്നുറപ്പാണ്. റോഡ് പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പുതിയ സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം വെണ്ടുരുത്താൻ വീട്ടിൽ 53 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ടിപ്പർ ലോറിയുടെ അടിയിൽപ്പെട്ട് സത്യനെ കണ്ടത്. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കമ്പനിയിൽ നിർത്തിയിട്ട് ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കമ്പനിയിലെ തൊഴിലാളിയായ സത്യൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപകട കാരണം വ്യക്തമല്ല. ചാവക്കാട് എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ചേലക്കര അന്തിമഹാകാളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ടാക്സി വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഇരിപ്പിക്കൽ വീട്ടിൽ ബീവാത്തുമ്മയാണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ബീവാത്തുമ്മയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റത്. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തിയിൽ മൃതദേഹവുമായി പോയിരുന്ന ആംബുലൻസും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറും ആംബുലൻസും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം സംസ്ഥാനപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാവർട്ടി കാശ്മീർ റോഡിന് സമീപം ബൈക്കും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പാലുവായ് സ്വദേശി റമീസിനാണ് പരിക്കേറ്റത്. ഇയാളെ പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ,
100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? തുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. വലിയ അവകാശവാദങ്ങളുടെ കഴിഞ്ഞ ഫെബ്രുവരി 19 ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമാണ് പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വ്യക്തിക്ക് പോലും ഇവിടെ നിന്ന് പരിശീലനം നൽകാൻ KSRTCക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ സംസ്ഥാനത്തെ KSRTCയുടെ 34ാമത് ഡ്രൈവിംഗ് സ്കൂൾ തുടക്കത്തിലെ കട്ടപ്പുറത്തായ അവസ്ഥയിലാണ്. നിലവിലെ KSRTC കെട്ടിടത്തിൽ 2 മുറികൾ ഓഫീസിനായി അനുവദിച്ചതൊഴിച്ചാൽ മറ്റ് യാതൊരു പുരോഗതിയും പദ്ധതിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനമായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടാണ് ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആവശ്യത്തിന് മുൻകരുതലുകളോ പഠനങ്ങളോ നടത്താതെയാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. ഒടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ പരിശീലനം നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അധികൃതർ കൈമലർത്തി. നിലവിൽ KSRTC ഡിപ്പോയിൽ തന്നെ സൗകര്യമൊരുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പരിശീലനത്തിനായുള്ള കാർ എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വാഹനം പോലും ഗുരുവായൂർ ഡിപ്പോയിൽ എത്തിയിട്ടില്ല. ഇതിനിടെ KSRTC വിശ്വസിച്ച് ഇരുചക്രവാഹന ലൈസൻസിനായി 9 പേർ ഫീസ് അടച്ച് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ 10 പേർ തികയാതെ പരിശീലനം ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിചിത്രമായ മറുപടി. പണമടച്ചവർക്ക് എന്നു മുതൽ പരിശീലനം തുടങ്ങാനാകുമെന്ന് പറയാൻ പോലും ഓഫീസിൽ ആളില്ല. KSRTCയുടെ കടുത്ത ജനദ്രോഹ നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടകര പഞ്ചായത്ത് വക പുലിപ്പാറക്കുന്ന് പാറക്കുളത്തിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ നിലയിൽ. പുലിപ്പാറക്കുന്ന് സ്വദേശി മംഗലൻ വർഗീസ് പഞ്ചായത്തിൽ നിന്ന് ലേലത്തിനെടുത്ത് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ നടത്തിയിരുന്ന മത്സ്യകൃഷിയാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. വരാൽ, കാർപ്പ്, ഫിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് കുളത്തിൽ കൃഷി ചെയ്തിരുന്നത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് പ്രിനില ഗിരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ പൊന്മനിശ്ശേരി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഞായറാഴ്ച ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കും. പരാതിയെ തുടർന്ന് കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചൂട് ചായയും നാടൻ കടികളുമായി 44 വർഷം പിന്നിടുകയാണ് കോൾപ്പാടം പശ്ചാത്തല ഭംഗി പകരുന്ന ശിവരാമേട്ടന്റെ ചായക്കട. ചേനം തരിശുപടവിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന ഈ ചായക്കട സമൂഹമാധ്യമങ്ങളുടെ ഇഷ്ടതാരമാണ്. വയസ്സ് 71 കഴിഞ്ഞിട്ടും പ്രായം അത്ര തോന്നിക്കാത്ത ഊർജ്ജസ്വലനായ ശിവരാമേട്ടനാണ് പേര് കേട്ട ഈ ചായക്കടയുടെ അമരക്കാരൻ. ശിവരാമേട്ടനും ഭാര്യ പത്നി ചേച്ചിയും ഉണ്ടാക്കുന്ന ചായയും കടികളും പ്രിയമുള്ളവരേറെയാണ്. വീട്ടിൽ നിന്നെത്തി പുലർച്ചെ 5 മണിയോടെ ചായ ഇട്ട് തുടങ്ങും ശിവരാമേട്ടൻ. പത്മിനി ചേച്ചിയും സഹായത്തിനുണ്ടാകും.
വെളിച്ചം പരക്കുന്നതോടെ പ്രാതലിനുള്ള ദോശയും വെള്ളയപ്പവും റെഡിയാകും. ഒപ്പം സാമ്പാറും ചട്നിയും. അവലോസുണ്ട, പപ്പടവട, പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട, പഴംപൊരി തുടങ്ങിയവയാണ് സാധാരണയായി ഇവിടുത്തെ വിഭവങ്ങൾ. രാവിലെ എത്തുന്നവരിലേറെയും നാട്ടുകാരാണ്. ചായക്കടയുടെ പിന്നിൽ അതിവിശാലമായ ചേനം തരിശുപടവാണ്. കൃഷിക്കാരും തൊഴിലാളികളുമായി കൊയ്ത്തു കഴിയും വരെ കടയിൽ പൊതുവെ തിരക്കാവും. ഏത് കാലാവസ്ഥയിലും ഇവിടെ വന്നിരുന്ന് ചായയും കടിയും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരേറെയാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് പരിസരം വെള്ളത്തിൽ മുങ്ങുന്നതിനാൽ 2.5 മാസത്തോളം ചായക്കട അടച്ചിടേണ്ടി വരും. മക്കളായ അഭിലാഷിനെയും അജീഷിനെയും നല്ല നിലയിലെത്തിക്കാൻ ഇവിടെ നിന്നുള്ള വരുമാനമാണ് ശിവരാമേട്ടനെ സഹായിച്ചത്. ഇപ്പോൾ ചായക്കടയും പശ്ചാത്തല ചാരുതയും കണ്ടും കേട്ടുമറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ഇളങ്കാറ്റിൽ പടിഞ്ഞാറൻ പാടപ്പരപ്പിന്റെ ചാരുത നുകർന്ന് ചായയും നാടൻ പലഹാരങ്ങളും ആസ്വദിക്കാനെത്തുന്നവർക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഈ ചായക്കടയും പരിസരവും ആതിഥേയനായ ശിവരാമേട്ടൻ. TCV തൃശ്ശൂർ. ഗുരുവായൂരിലെ തറവാട്ടു വീട്ടിൽ വിരുന്നെത്തിയ വീട്ടമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു. കുന്നംകുളം കിഴൂർ മൂലായിൽ പരേതനായ വിജയന്റെ ഭാര്യ ചാരുപടിക്കൽ രമയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രമ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വള്ളിവട്ടം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൽബർട്ട് നിർവഹിച്ചു. പഞ്ചായത്ത് വാർഡംഗം പ്രിയ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വാർഡംഗം ഷിബിൻ അക്ലിപ്പറമ്പിൽ, ആശാവർക്കർ രതി വിദ്യൻ, ഇന്ദുലാൽ, ശിവലാൽ, ശക്തിധരൻ, സുനിലാൽ, ബിജോയ്, സന്തോഷ്, സോമൻ കുറ്റിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ അധികൃതർ സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ബലം, ഫയർ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ, ശുചിമുറിയുടെ വൃത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൃത്യമായ സർക്കാർ ചട്ടം പാലിക്കാത്തവർക്ക് ഫിറ്റ്നസ് നൽകില്ലെന്ന് അധികൃതർ അറിയിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സനിൽ രാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CL ടോണി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, ട്രഷറർ കമറുൽ ഹക്ക്, വൈസ് പ്രസിഡന്റുമാരായ MS സിദ്ദീഖ്, MS സദൻ, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി ഷിബാദിനെ തെരഞ്ഞെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV ഷിജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക വൈശാഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നശാമുക്ത് ഭാരത് അഭിയാൻ തൃശൂർ നഗരത്തിൽ നടന്നു. വെസ്റ്റ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്, വെസ്റ്റ്ഫോർഡ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്, വെസ്റ്റ്ഫോർഡ് കോളേജ് ഓഫ് ഫാർമസി എന്നിവയുടെ NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങലയും തെരുവ് നാടകവും നടന്നു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷം പരീക്ഷ എഴുതുന്ന SSLC വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, അധ്യാപകരായ NT ഷൈജി, ജ്യോതി ആന്റണി, TG ബിന്ദു എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്.
ഏനാമാവ് പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ആചരണവും ചക്ക സമർപ്പണവും തുടങ്ങി. ചക്കത്തിരുനാൾ എന്നറിയപ്പെട്ടിരുന്ന കോഞ്ചിറമുത്തിയുടെ തിരുനാളിന്റെ പഴമയും തനിമയും നിലനിർത്തിയാണ് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾ ചക്ക സമർപ്പണം നടത്തിയത്. ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ, കോഞ്ചിറ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ KR പോൾസൺ, തീർത്ഥകേന്ദ്രം ട്രസ്റ്റി KD ജോസ്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ, സെക്രട്ടറി ജേക്കബ് തോലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയിൽ നിന്ന് കിട്ടിയ 1 പവനിലധികം വരുന്ന സ്വർണ്ണമാല ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ സഹോദരങ്ങൾക്ക് അരിമ്പൂരിൽ ആദരവ് നൽകി. അരിമ്പൂർ തെക്കേക്കര ലോട്ടസിന്റെയും ജൻസിയുടെയും മക്കളായ ജോസ്, ആന്റണി എന്നിവരെയാണ് 19ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ഉപഹാരം കൈമാറി. വാർഡ് മെമ്പർ CP പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ, വാർഡംഗങ്ങളായ CG സജീഷ്, KR ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ആദരണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് കൺവീനർ വിനിത സെന്റിൽ, ജനറൽ കൺവീനർ ഷിബിൻ മുല്ലശ്ശേരി, ഷാജൻ ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് പുതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നരസിംഹ ജ്യോതി പുരസ്കാരം കലാപീഠം ഹരീഷ് പശുപതിക്ക് സമർപ്പിച്ചു. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം മുരളി പെരുന്നല്ലെ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KK അബീദ് അലി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷക നേതാവ് PC രാജനെ ചടങ്ങിൽ ആദരിച്ചു. മുസ്താഖ് അലി, K രഘുനാഥ്, MK സിദ്ദീഖ്, PI സജിത, ഹാരിസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. കാർ യാത്രികയും ബൈക്ക് യാത്രികനും രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തൃശൂരിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയോടും സോഷ്യൽ ഫോറസ്ട്രി SFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കിലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം സ്വദേശി സന്തോഷാണ് മരിച്ചത്. ചാവക്കാട് എടക്കഴിയൂർ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം,
കണ്ണിലെ കൃഷ്ണമണി പോലെ.